ഇവരെ ഞാൻ എന്താ പറയാന്നറിയില്ല. കാരണം അവർക്ക് നമ്മൾ ഇവിടുന്ന് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചേളാരിയിലാണ്. ചേളാരിയിൽ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അതായത് ചേളാരി സെഞ്ചുറി കൺവെൻഷൻ സെന്ററിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്, സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നേരെ നമുക്ക് കൺവെൻഷൻ സെന്ററിന്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെഞ്ചുറി കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്യൂ ആണ് കാണുന്നത്. ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയുന്നവരും അറിയാത്തവരും നേരിട്ട് കാണാത്തവരും കണ്ടവരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഓരോന്നോരോന്നായി കാണിച്ചു തരാം, വൈവണ്ണായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് സ്ലോട്ട് എടുക്കണം, നമ്മളെ നമ്പറൊക്കെ എടുക്കണം. അങ്ങനെ നമുക്ക് ഈ ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറി വരുന്ന ഈ എൻട്രൻസിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ കാറ്റഗറിയിൽ. പിന്നെ അതേപോലെ തന്നെ ഉണ്ട്, അത് ചെയ്യാം. പിന്നെ ആദ്യം ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കാം. നമ്മൾ ഈ ഒരു ഇവന്റിന് വന്നപ്പോൾ പരിചയപ്പെട്ടാണ് കേട്ടോ. പുള്ളിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. പുള്ളിൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പം പുള്ളിക്കാരത്തി ഇവിടെ വെയിലായതുകൊണ്ട് അവിടെ മാറി നിന്നായിട്ട്. അപ്പോൾ അവിടെ പാട്ടൊക്കെ നടക്കുന്നതായതുകൊണ്ട് നമ്മൾ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കണ്ട് പുറത്തേക്കുന്ന. പിന്നെ കുറച്ചും കൂടി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിന്റെ പരിപാടി തുടങ്ങും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. മെയിൻ പരിപാടി ചാനലിന്റെ പേരൊക്കെ ഒന്ന് പറയും. എന്റെ ചാനലിന്റെ പേരാണ് രാഖി പ്രദീപ് എന്നാണ്. ബ്ലോഗേഴ്സ് ആണ്. പിന്നെ അതുകൂടെ എന്റെ ഷോപ്സ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് പോണ ഒരു ചാനലാണ്. അപ്പൊ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുള്ളി സപ്പോർട്ട് ചെയ്യും, അതുപോലെ ഞാനും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മളെ യൂട്യൂബിന്റെ ഈ ഒരു കട്ടൗട്ടിന്റെ അവിടെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എല്ലാവരും എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. എന്റെ ചാനലിന്റെ പേര് കൊതിയൻ സ്കെയിൽ 04 എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. ആലപ്പുഴ പിന്നെ നമുക്ക് പരിപാടി നടത്താം. കണ്ടു വെക്കണ
ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അദ്ദേഹം നമുക്ക് ആന്റി ഡ്രഗ് നമ്മള് വ്ളോഗേഴ്സ് ആണ്, ഇൻഫ്ലുവൻസ് ആണ്, നമ്മുടെ നാടിനെ ചൊല്ലാണ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇതെന്റെ ഉന്മേഷമുള്ള ഉറച്ച പ്രയത്നത്തെയും മനസ്സിനെയും ചുരണ്ടിക്കുന്ന നിമിഷമാണെന്ന് എനിക്കറിയാം. മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. എന്റെ സ്വപ്നങ്ങളെ ചിതറിക്കുന്ന, എന്റെ കുടുംബത്തെ കരിയിക്കുന്ന, എന്റെ നാടിനെ ആയിട്ട് ഞാൻ കൈവെച്ചില്ല. ഞാൻ വിജയിക്കും. ഞാൻ നേർവഴി മുന്നേറും. ഞാൻ മാതൃകയാകും. ഞാൻ പറയുന്നത് ഉറപ്പായ വാക്കാണ്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഇതെന്റെ പ്രയത്നമാണ്. എല്ലാവർക്കും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ പ്രയത്നമാണ് ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായൊരു വാഗ്ദാനം. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമാവും. മൊമെന്റം സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇവരെ ഞാൻ എന്താ പറയാന്നറിയില്ല. കാരണം അവർക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഒരു പരിപാടിയിൽ നമ്മളൊക്കെ ശരിക്കും ഇപ്പൊ ഇങ്ങനെ വന്നു ചേർന്നു എന്നുള്ള ഒരു റിസ്ക് ഉള്ളൂ. ഇവര് മാസങ്ങളായിട്ട് ഊണും മുറക്കും ഒഴിച്ച് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഇവരിപ്പോ ഇന്ന ഇവിടത്തേക്ക് വിളിച്ചിട്ടുള്ളത് ഇന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇന്റെ കാര്യങ്ങളെ കുറിച്ചും പറയാൻ വേണ്ടി. ായിട്ടുള്ള 22 തരത്തിൽ പൊതിഞ്ഞ കിറ്റാണ് സമ്മാനം. എല്ലാവരും വന്നത് കാര്യം സ്റ്റേജ് കയറാൻ പറ്റി. എന്റെ പ്രശ്നം ബഹുമാനപ്പെട്ട നാട്ടുകാർ 1946-47 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിജിക്ക് വിശന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും വിശന്നിട്ടില്ലയോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിച്ചു പോവുകയാണ്. വിശപ്പ് എന്നത് ഒരാഗോള പ്രതിഭാസമാകുന്നു. ഞാൻ കോമഡി ഉത്സവത്തിലൊക്കെ ഈ പാട്ട് അഫ്സൽഖാന്റെ ശബ്ദത്തിൽ പാടാൻ നോക്കിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അത് കാണുന്നില്ല. ഇപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി അതിന് ഉത്തരം പറയുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് ആ 4000 വാച്ച് ചെയിൻ അവിടെ കാണാനായത്. പക്ഷെ വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ സാധിച്ചില്ല. അതായത് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ടാലന്റായിട്ടുള്ള ആളുകളാണ്.
ചേളാരി സെഞ്ചുറി കൺവെൻഷൻ സെന്ററിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവന്റിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വൈകിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ട് ഒരുപാട് പരിപാടികളുണ്ട്. അടിപൊളിയായിരുന്നു. നമുക്കൊരു മൊമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതും അതേപോലെ തന്നെ ഈ ഒരു ആൾക്കാരെല്ലാം കാണാൻ പറ്റിയതും ഈ ഒരു മൊമെന്റ് കിട്ടിയതും എല്ലാം നിങ്ങളെ എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും വേണം, എപ്പോഴും വേണം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.